വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നും പോലും ഒന്നുമല്ല. എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ലാതെ അത് എനിക്ക് ചെറുക്കൻ സൈക്കോ ഇവൻ രാത്രി ആ പെണ്ണിനെ പിടിച്ച് അവിടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാ. ഇവള് ദുബായ് ജോലിയുള്ള പെണ്ണായിരുന്നു. ഇവര് ഫേസ്ബുക്ക് കൂടെ കണ്ട് ആലോചന അങ്ങോട്ട് വന്ന, പക്ഷെ ഇവര് ശിഖണ്ഡിയായിരുന്നു. അതാ സംഭവം. പത്തനംതിട്ട റാന്നിയിലുള്ള ഒരു ഇറ്റലിക്കാരൻ പയ്യൻ കോട്ടയം കടുത്തുരുത്തിയിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും വിവാഹത്തിന്റെ തൊട്ടടുത്ത ദിവസം ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതിനു ശേഷം ഈ പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യൻ നേരെ ഇറ്റലിക്ക് മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഈ പയ്യന്റെ വീട്ടുകാരുടെ ചില വോയിസ് ക്ലിപ്പുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെണ്ണിന്റെ വീട്ടുകാരുടെ കുറെ വോയിസ് ക്ലിപ്പുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഏറ്റവും ഒടുക്കം ഈ പയ്യൻ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഈ വോയിസ് ക്ലിപ്പുകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് അറിയാത്തവർക്കായി ഇത് ചുരുക്കമായിട്ട് ഞാനൊന്ന് പറയാം. റാന്നി സ്വദേശിയായ ഈ പയ്യൻ ഇറ്റലിയിൽ സ്ഥിരതാമസമാക്കിയ ആളാണ്. ദുബായിലാണ് ഈ പെൺകുട്ടി ജോലി ചെയ്യുന്നത്. നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. നല്ല ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇവര് ഫേസ്ബുക്ക് വഴി കണ്ട് പരിചയപ്പെടുകയും അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ആലോചന ഇരു വീട്ടുകാരും തമ്മിൽ നടക്കുകയും അങ്ങനെ നാട്ടിലെത്തി വിവാഹം കഴിഞ്ഞു. അപ്പൊ ഈ പെൺകുട്ടിയുടെ വീട് കോട്ടയം കടുത്തുരുത്തിയിലാണ്. അപ്പോൾ ഈ ഒരു പയ്യന്റെ വീട് പത്തനംതിട്ട ഈ പറയുന്ന റാന്നിയിലാണ്. അപ്പോൾ അത്രയും ദൂരം ഈ ഒരു വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് യാത്ര ചെയ്യണ്ട എന്ന് പറഞ്ഞ് ആ രാത്രിയിൽ ഈ പയ്യന്റെ വീട്ടിൽ തങ്ങുകയും അതിന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ഈ പെൺകുട്ടിയെ പെങ്ങളുടെ വീട്ടിൽ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന സ്വർണ്ണമൊക്കെ പിടിച്ചു വാങ്ങി വെച്ചതിന് ശേഷം നേരെ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. ആ വഴിയിൽ പെൺകുട്ടിയുടെ വീട്ടിൽ കയറിയില്ല, വഴിയിൽ ഈ പെൺകുട്ടി ഇറക്കി വിട്ടതിന് ശേഷം ഈ പയ്യൻ വന്ന് നേരെ ഇറ്റലിയിലേക്ക് മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് ഈ പയ്യൻ നൽകുന്ന ഒരു വിശദീകരണം ഈ പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്നാണ് പറഞ്ഞിട്ടാണ് മുങ്ങുന്നത്. അപ്പോൾ ആ ഒരു വിഷയം സംബന്ധിച്ച് ഇവരുടെ, അതായത് ഈ പയ്യന്റെ വീട്ടുകാർ ചില വോയിസ് ക്ലിപ്പുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് ആദ്യം കേൾക്കാം. അതിനുശേഷം പെൺകുട്ടിയുടെ വീട്ടുകാരുടെ വോയിസ് ക്ലിപ്പും ഈ പയ്യന്റെ വിശദീകരണവും നമുക്ക് കേൾക്കാം. ഞാനത് അറിഞ്ഞതാ. അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞാൽ അന്ന് രാത്രിയില് അന്ന് ഇവര് കടുത്തുരുത്തിക്ക് പോയില്ല. കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട്. അപ്പൊ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിലോട്ട് പോകാതെ ദൂരമല്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു, റാന്നിയിൽ തന്നെ, ചെറുക്കന്റെ വീട്ടിൽ തന്നെ. അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി. ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കിടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലും കയറി ഡ്രസ്സൊക്കെ മാറുകയൊക്കെ ചെയ്തു. അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിയിപ്പം വേണ്ട, ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചേക്കെന്ന് പറഞ്ഞ സ്വർണ്ണമൊക്കെ ഊരി മേടിച്ചടങ്ങാണ്ട് വെച്ചെന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവനിട്ട് ഒരു 5 പോയിന്റ് ഒരു മാലയൊക്കെ ഇവരിട്ടിട്ടുണ്ടായിരുന്നു ഈ ചെറുക്കൻ കൂട്ടരൊക്കെ. പക്ഷെ അപ്പൊ അന്ന് തന്നെ അവൻ ആ സാധനം പിടിച്ച് മേടിച്ചു അവിടെ നിന്ന്. കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവൻ ചെല്ലുമ്പോ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി 1 മണി എങ്ങാണ്ടാകാറായി. 12-1 മണിയായി. കല്യാണ വീടല്ലേ. 1 മണി ആറായപ്പം ചെന്നപ്പം നോക്കിയപ്പോ കാണുന്ന സംഭവം എന്നാന്നറിയാമോ? ഒരു പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെ ആളിനെയാ കാണുന്നത്. അറിയോ? അയ്യോ, അവൻ ആ പാടെ വിഷമിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു, വേണ്ടൊക്കെ സംസാരിച്ചു. അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല. ചീറ്റിങ്ങാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം തന്നെ പറഞ്ഞു, എന്തിയാ മാല എന്തിയാന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, അതെന്തിനാ ആ മാല? അത് ഇപ്പൊ രാത്രിയിലൊന്നും അത് വെച്ചോണ്ടിരിക്കണ്ട, മാല അങ്ങ് ഊരി വെക്കാം, കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് മാല അവൻ മേടിച്ചു. 5 പവന്റെ മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജ് വെച്ചൊക്കെ ഇടുമല്ലോ, അതെല്ലാം അവൻ മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, നാളെ നമുക്ക് പെങ്ങളുടെ വീട്ടിലാ വിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇവളെയും കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു. മിണ്ടിയില്ല. പിന്നെ വീട്ടുകാരുടെ അമ്മയോടും ഒക്കെ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ ഇവർ ഈ രീതി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടുത്തുരുത്തി കൊണ്ട് വിട്ടേച്ച് അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ UK സ്ഥലം വിട്ടു. UK പോയി. ഇറ്റലിക്ക് എങ്ങാണ്ടോ തിരിച്ചു പോയി. അറിയോ? അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റിൽ കയറാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചന് ഫ്ലൈറ്റിലുണ്ട്. നീ എന്നാടാ എന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴാണ് അമ്മാച്ചനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. സംഭവം ഇന്നതാ, ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളുടെ വീട്ടിൽ കൊണ്ട് പറ്റൂ. അവൾക്ക് അപ്പനില്ല, അവിടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാ. ഇവള് ദുബായ് ജോലിയുള്ള പെണ്ണായിരുന്നു. ഇവര് ഫേസ്ബുക്ക് കൂടെ കണ്ട് ആലോചന അങ്ങോട്ട് വന്ന, പക്ഷെ ഇവര് ശിഖണ്ഡിയായിരുന്നു. അതാ സംഭവം. ഈ ഒരു പയ്യന്റെ ഭാഗത്തു നിന്നുള്ള വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ കേട്ടത്. അതിനകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണ്, അതുകൊണ്ടാണ് അവൻ ഈ പെൺകുട്ടിയെ ഇങ്ങനെ ഉപേക്ഷിച്ചതിന് ശേഷം ഇറ്റലിക്ക് മടങ്ങിയത് എന്നാണ്. അപ്പോൾ ഈ ഒരു വിവരമൊക്കെ പുറത്തായതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസ് കേസ് കൊടുക്കുകയും പോലീസ് കേസന്വേഷണം നടത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഈ പെൺകുട്ടിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ ചില വോയിസ് ക്ലിപ്പുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ചെറുക്കൻ ഐത്തലപ്പള്ളി ഇടവക്കാരനാണ്. പട്ടായിൽ നിന്നാണ് അവരുടെ വീട്ടുപേര്. ഇവർ താമസിക്കുന്നത് വീമൂട്ടുപാറയിലാണ് താമസിക്കുന്നത്. ഇവരാണ് പണ്ട് ഇറ്റലിയിൽ നിന്ന് കോവിഡ് കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ, ആ ചെറുക്കനായത്.
പത്തനംതിട്ട ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു. ആ ചെറുക്കനായിരുന്നു. അവനെ മറ്റേ ഞാനായ കത്തോലിക്കത്തെ ഒരു പെണ്ണായിരുന്നു കല്യാണം കഴിച്ചത്. തിരുമേനിയാ കല്യാണം കഴിപ്പിച്ചത്. കല്യാണം കഴിച്ചിട്ട് അന്ന് വൈകിട്ടായിരുന്നു കല്യാണം. എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ, പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു. ചെറുക്കനൊരു സൈക്കോയാ ഇവൻ രാത്രിയിൽ ആ പെണ്ണിനെ അയാളെ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. ആ കൊച്ചൊക്കെ പേടിച്ചു പോയി. അതിനെ രാവിലെ ഇവൻ വിട്ടിട്ട് ഇവർ നേരെ ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയേ. എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണാണോ മറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇതാക്കിയേക്കും. കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല, സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല, കേറ്ററിംഗുകാരന്റെ പൈസ ഒന്നും കൊടുക്കാതാ പോയേക്കുന്നത്. ഇവനെ ഒരു സൈക്കോ ഇവനെ എങ്ങനെ പോയിരിക്കുന്നത്. അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൈത്തലപ്പള്ളി വന്ന് അനുഭവച്ചനൊക്കെ ആയിട്ട് സംസാരിച്ച് കേസ് കൊടുത്തേക്കുക. ചെറുക്കനെ ഇവിടെ തിരിച്ചു വിളിപ്പിക്കും. ഇവിടെ അവൻ അങ്ങനെ പറയുന്നു. ഇവരെ ദുബൈ ജോലിയുള്ള പെണ്ണ, ഇതിന് 4 ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണ. പെണ്ണിന് യാതൊരു കുഴപ്പമില്ല. ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ഇവനെ മയക്കുമരുന്നു എല്ലാ സ്വഭാവം ഇവൻ്റെ ഉണ്ട്. ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത്. നമ്മുടെ അയത്തല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട്. ഇവനെ ഇറ്റലിയിലുള്ളവർ പറഞ്ഞു ഇവൻ മഹാപിഴയാ, ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ളൊരു മഹാപിഴയും ബ്രൂഫിലും കാണുകയും അങ്ങനെ മയക്കുമരുന്നിന് അടിമയുള്ളവനാ. അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല, പെണ്ണൊക്കെയാ അതാ ഇതാന്നൊക്കെ പറഞ്ഞാ ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പമില്ല. പെണ്ണിന് തള്ളയുമില്ല. തന്തയ്ക്ക് ക്യാൻസറുമാണ് പെണ്ണിൻ്റെ, അല്ല ഇവൻ്റെ തള്ളയ്ക്ക് ക്യാൻസറാ, അവിടെ തള്ളയുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നു. എന്തുവായാലും കേസ് കൊടുത്തവർ. ഇവൻ ചുമ്മാ അത് തെമ്മാടിയാ. ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചോണെന്ന് കെട്ടി വെച്ച് അവന് രാമയ്ക്ക് എല്ലാം കരുതി കൂട്ടിയല്ലേ വന്ന്. അവൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ? ഇവനെല്ലാം കരുതി കൂട്ടിയല്ലേ വന്നത്. ആദ്യ സമയത്ത് ഈ ന്യൂസ് വെളിയിലേക്ക് വരികയും വലിയ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത് വൈറലാകുകയും ചെയ്ത സമയത്ത് ഈ പയ്യൻ പറയുന്നതാണ് ശരിയെന്നാണ് എല്ലാ ആളുകളും ധരിച്ചത്. ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായമില്ല എന്ന് ആദ്യം ധരിച്ചു. അതിനുശേഷം ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വന്ന സമയത്താണ് ഈ പയ്യന്റെ ഒരു തട്ടിപ്പും ഇവന്റെ ഒരു പരിപാടികളൊക്കെ ആളുകൾക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ പയ്യന്റെ നാട്ടിലൊക്കെ അന്വേഷിക്കുന്ന സമയത്തും ഇറ്റലിയിൽ ഈ പയ്യനുമായിട്ട് അടുപ്പുള്ള ആളുകളുടെ അടുത്തൊക്കെ അന്വേഷിക്കുന്ന സമയത്തും ഈ പയ്യൻ അത്ര ആള് ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ ഒരുപാട് ദുരൂഹതകൾ ആരോപിക്കാൻ പറ്റും. അതായത് ഈ പയ്യൻ ഇങ്ങനെ ഒറ്റയടിക്ക് ഇറ്റലിയിലേക്ക് ഒരു ദിവസത്തിനുള്ളിൽ ഇങ്ങനെ മുങ്ങിയതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇവൻ നേരത്തെ പ്ലാൻ ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഇതിനകത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ ദീർഘകാലമായിട്ട് ഇവൻ പ്രണയിക്കുകയും അങ്ങനെ ഫേസ്ബുക്ക് വഴി കണ്ട് പരിചയപ്പെട്ട് പ്രണയിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ വിവാഹം കഴിച്ചത്. അപ്പോൾ അതായത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവന് നേരത്തെ ഈ പെൺകുട്ടിയെ പരിചയമുണ്ട്. അങ്ങനെ ഈ നാട്ടിലേക്ക് വന്നു. ഇതിന്റെ ഇടയ്ക്ക് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ, വിവാഹ നിശ്ചയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഏറ്റവും അവസാനം വിവാഹത്തിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇത്തരത്തില് രാവിലെ, അതായത് വിവാഹത്തിന്റെ അന്ന് രാത്രി കഴിഞ്ഞ് രാവിലെ ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വിട്ടതിന് ശേഷം ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞൊരു ആരോപണമൊക്കെ ഉന്നയിച്ച് ഇവൻ ഇറ്റലിക്ക് മുങ്ങിയത്. അപ്പോൾ അത് ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യ സമയത്തൊക്കെ ആളുകളെല്ലാം ധരിച്ചിരുന്നത് ഇവൻ പറയുന്നത് ശരിയാണ് എന്നുള്ള കാര്യമാണ്. പിന്നീട് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്ന സമയത്താണ് ഇവൻ ഒരു ഗജ ഫ്രോഡാണെന്നുള്ള കാര്യം കൃത്യ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇവന്റെ വീട്ടുകാരുടെയൊക്കെ ഭാഗത്ത് നിന്നും ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളൊരു ആരോപണം ഉന്നയിച്ച് ഇവൻ ഇങ്ങനെ മുങ്ങിയതിന് ശേഷം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും വലിയ രീതിയിൽ അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയൊക്കെ ചെയ്തതോടുകൂടി ഇവൻ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ ചേച്ചി, ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് വിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച്, ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ ഒന്നുമല്ല. എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത്. എനിക്ക് ചേച്ചി ഇപ്പം എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് അവൾക്കറിയാം. എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി, അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക്. എന്ന് വെച്ചാൽ അവൾക്ക് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരാതിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്.
അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം, ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ച് പറഞ്ഞോളാം. ഇവന്റെ ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ ഈസി ആയിട്ടാണ് ഇവൻ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വന്നു, കല്യാണം കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കളഞ്ഞിട്ട് പോകുന്നു, ആ ഒരു രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്. ഒരു വിവാഹത്തെയൊക്കെ വളരെ ലളിതമായിട്ടാണ് അവൻ കാണുന്നത്. അതായത് ഇറ്റലിയിലെയും അല്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരമൊക്കെ അവനിങ്ങനെ മനസ്സിൽ കൊണ്ട് കിടക്കുകയാണ്. അവിടൊക്കെ അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ച് കേരളത്തിൽ ആ ഒരു സംസ്കാരം അല്ല എന്നുള്ള കാര്യം അവൻ അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കൾക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചും ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ സംബന്ധിച്ചും ഇവർക്കെതിരെ വന്ന ഒരു ആരോപണം, അതായത് ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള ആരോപണം, അത് അവർക്ക് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ പുറത്തേക്ക് വരികയും അത് മാധ്യമങ്ങളിലൊക്കെ വരികയും അങ്ങനെ നാട്ടുകാരൊക്കെ അറിയുകയും ചെയ്തത്. ഇങ്ങനെ അറിയാതിരുന്നു കഴിഞ്ഞാൽ ഇവൻ പറയുന്നതും ഇവന്റെ വീട്ടുകാർ പറയുന്നതും നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്ന ഒരു ഗതികേടിലേക്ക് പോവുകയും ഈ പെൺകുട്ടിയുടെ ഭാവി തന്നെ വലിയ രീതിയിൽ അവതാളത്തിലാവുന്ന സ്ഥിതി വരികയും ചെയ്യും. ഇവനെ പോലുള്ള ആളുകൾ എവിടെ പോയി ഒളിച്ചാലും ഇവനൊക്കെ നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവനൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ തയ്യാറാവണം. അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പല പെൺകുട്ടികളും നഴ്സിംഗ് ഒക്കെ പാസ്സായതിനു ശേഷം നാട്ടിൽ നിൽക്കും, വിദേശത്തേക്കൊന്നും പോകാൻ വേണ്ടി ഒരു സാധ്യതയില്ലാതൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന ചില ആൺപിള്ളേരുടെയൊക്കെ വിവാഹാലോചനകൾ ഇങ്ങനെ വരികയും പെട്ടെന്ന് തന്നെ ഒന്നും അന്വേഷിക്കാതെ അവരുടെ കൂടെ കെട്ടിച്ചു വിടുകയും ചെയ്യുന്നത്. അപ്പോൾ അവിടൊക്കെ എങ്ങനെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ അവിടൊക്കെ ഏത് രീതിയിലാണ് ഇവരൊക്കെ പെരുമാറുന്നത് എന്ന് സാധ്യമാവുന്ന രീതിയിലൊക്കെ ഒരു അന്വേഷണം നടത്തിയിട്ട് വേണം സ്വന്തം പെമ്മക്കളെയൊക്കെ അങ്ങനെ കെട്ടിച്ചു വിടുവാൻ വേണ്ടി തയ്യാറാവാവൂ. അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോവുക എന്നുള്ളതല്ല ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഉള്ള കാര്യം കൃത്യമായ രീതിയിൽ മാതാപിതാക്കൾ മനസ്സിലാക്കണം. പ്രധാനപ്പെട്ടത് മക്കളുടെ ഭാവി തന്നെയാണ്, പ്രത്യേകിച്ച് പെമ്മക്കളുടെ ഭാവി തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കാൻ കൂടി മാതാപിതാക്കൾ തയ്യാറാവണം. ഒന്നും അറിയാതെ കണ്ണും പൂട്ടി യൂറോപ്യൻ രാജ്യത്തിലേക്ക് പെമ്മക്കളെ വിടാമെന്നുള്ള ധാരണയിൽ അങ്ങനെ ഒന്നും അന്വേഷിക്കാതെ കെട്ടിച്ചു വിടുവാൻ ആരും തയ്യാറാവരുത്. ഈ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.